എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. അനിഴം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അനിഴം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2025 എങ്ങനെയാണ് നോക്കാം. First, 10 of Cups energy, Lovers energy, beautiful energy, 7 of Cups, 8 of Pentacles, 9 of Pentacles. അതുപോലെ തന്നെ ലാസ്റ്റ് 4 of Swords. വളരെ 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 നല്ലൊരു മാസമാണ് നിങ്ങൾക്ക് കാണുന്നത്. സുന്ദരമായിട്ടുള്ളൊരു അന്തരീക്ഷം, സുന്ദരമായിട്ടുള്ള സാഹചര്യം, ജീവിതത്തിൽ ഒത്തിരി നാളുകൾക്ക് ശേഷം വളരെയധികം സന്തോഷം അനുഭവിക്കുന്ന സാഹചര്യം. 10 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. ഫാമിലിയായിട്ട് നല്ലതുപോലെ സമയം ചെലവഴിക്കാൻ പറ്റുന്നു. ജീവിതം നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്, ജീവിത രീതികളിൽ മാറ്റം വരുന്നത്, ഹാപ്പി ഫാമിലി, ട്രൂ ലവ്, നല്ലൊരു കമ്പാനിയൻഷിപ്പ് ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ജീവിതം എന്തെന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഫാമിലി, അതായത് ഹസ്ബൻഡ്, വൈഫ്, കുട്ടികളല്ലാതെ എക്സ്റ്റെൻഡഡ് ഫാമിലിയിലുള്ള ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ സൈഡിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ സൈഡിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിൻ്റെ സൈഡിലെന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ട്ണറുടെ സൈഡിലൊക്കെ ഉള്ള ഫാമിലി, അതായത് വലിയ എക്സ്റ്റെൻഡഡ് ഫാമിലിയിലുള്ള ആളുകളൊക്കെ ആയിട്ട് ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റീവ് സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. ഒരു ടുഗെദർനെസ്, ഒരുമിച്ച് ചേർന്നിട്ട് കാര്യങ്ങൾ ചെയ്യുക, ഷെയറിങ് ലവ്, അതേപോലെ അൺകണ്ടീഷണൽ ലവ് നിങ്ങളുടെ ഫാമിലിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഹാപ്പി ഫാമിലി സിറ്റുവേഷനാണ്. അപ്പോൾ അബണ്ടൻസ് ആണ് ജീവിതത്തെ സൂചിപ്പിക്കുന്നത്. പിന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അതേപോലെ തന്നെ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു വെയിറ്റ് തിരുന്നിരുന്ന ഒരു കാര്യമുണ്ട് ഫാമിലിയിൽ സംഭവിക്കാൻ. നിങ്ങളുടെ കുടുംബത്തിൽ, പേഴ്സണൽ ലൈഫിലാകാം, ഫാമിലി സിറ്റുവേഷനിലാകാം, കുറച്ച് നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു കാര്യം സാധ്യമാകുന്നു. കുട്ടികൾ, കുടുംബം എല്ലാം ഒത്തുചേർന്നിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നതിൻ്റെ ഒരു തൃപ്തി കൂടി നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഫാമിലിയിൽ വണ്ടർഫുൾ പോസിറ്റീവ് എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് കുടുംബത്തോടൊപ്പം യാത്ര പോകാനുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തൊരുമിച്ച് സന്തോഷമായിട്ട് ഫാമിലിയായിട്ട് ഒരുമിച്ച് ചേർന്ന് യാത്രകൾ പോകുന്നു. അതിൻ്റെ ഒരു തൃപ്തിയും കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് സ്ഥലം വാങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഭൂസ്വത്തുക്കൾ, അതായത് നിങ്ങൾ സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ വീട് വയ്ക്കാനാകാം, അല്ലെങ്കിൽ ഓൾറെഡി വീടുള്ളവരാണെങ്കിൽ വീടിനോട് ചേർന്നിട്ടുള്ള സ്ഥലമോ, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങിച്ച് ഇപ്പോൾ ഉള്ള വീട്ടിൽ നിന്ന് മാറി പുതിയൊരിടത്തേക്ക് മാറി താമസിക്കുന്ന സാഹചര്യവും കാണിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നെക്സ്റ്റ് വന്നിട്ട് ലവേഴ്സ് എനർജിയാണ്. അപ്പോൾ ലവേഴ്സ് എനർജി സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നത് പ്രണയമാണ്. തീർച്ചയായിട്ടും ലവേഴ്സ് എനർജി പ്രണയമാണെന്ന് പറയുമ്പോഴും ഇവിടെ പറയാനുള്ളത്, ഇപ്പോൾ പ്രണയം എന്ന് പറഞ്ഞാൽ ഈ ഒരു എനർജി കൂടുതലായിട്ടും ഓൾറെഡി റിലേഷൻഷിപ്പിലായിരിക്കുന്നവരെ സംബന്ധിച്ച എനർജിയാണ്. അത് ഒരു കുറച്ച് നാൾ മുമ്പുള്ള ഒരു ബന്ധമല്ല, കാലങ്ങളായിട്ടുള്ളൊരു ബന്ധമായിരിക്കാം. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ കാലങ്ങളായിട്ട് പ്രണയിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി വിവാഹിതരായിട്ടുള്ളവരായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ പ്രണയത്തിൽ ഇപ്പോൾ എന്തെങ്കിലും വിള്ളൽ വീണു, അല്ലെങ്കിൽ പഴയ പോലെ ആ ഒരു പ്രണയം, നിങ്ങൾ ആ ഒരു സന്തോഷം ജീവിതത്തിൽ ഇല്ല എന്നുള്ളൊരു ഫീലിങ്ങിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രണയം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു സന്തോഷവും പ്രണയവും ഒക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ജീവിതം നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാതെ മറ്റുള്ളവർക്ക് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇന്ന രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു എനർജി നിങ്ങളുടെ ഇടയിൽ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുകയും കൂടുതൽ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കൂട്ടു നിൽക്കുന്ന ഒരു സപ്പോർട്ട്, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് തന്നെയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തിടയ്ക്കായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ
കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ഡിഫറൻസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഡിവോഴ്സ് വരെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും ആ ഒരു സപ്പോർട്ട് തിരിച്ചങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് നല്ലൊരു കോപ്പറേഷൻ, കാര്യങ്ങൾ മനസ്സിലാകുന്നു, എവിടെയാണ് തെറ്റുപറ്റിയത്, എവിടെയാണ് മാറ്റം വരുത്തുന്നത് എന്നുള്ളത് നിങ്ങളുടെ ജീവിത പങ്കാളിയും മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ഭാഗത്ത് മാത്രമല്ല അവരുടെ ഭാഗത്തുനിന്ന് ശരിയാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവാം. അപ്പോൾ ഡിവോഴ്സൊക്കെ ആകുന്ന സിറ്റുവേഷൻ തന്നെ എല്ലാവരിലും ഉണ്ടാവണം എന്നല്ല, ഇല്ലെങ്കിലും ആ ഒരു പ്രണയം എവിടെയോ നഷ്ടപ്പെട്ടു. ഒരുമിച്ച് ജീവിക്കും, നിങ്ങൾ തമ്മിൽ ഇഷ്ടമുണ്ട്, പക്ഷേ ആ ഒരു പ്രണയമോ ആ ഒരു പഴയ പോലെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫൺ അതൊന്നും ജീവിതത്തിൽ ഇല്ല എന്നുള്ളൊരു ഫീലിങ്ങിലുള്ളവർ നിങ്ങൾ വീണ്ടും പല കാര്യങ്ങൾ, പല പല അവസരങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. 7 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ 7 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് പറയുമ്പോൾ ഒത്തിരി അവസരങ്ങൾ ജീവിതത്തിൽ വരുന്ന സമയമാണെന്ന് പറയാം. പുതിയ അവസരങ്ങൾ വരുമ്പോൾ അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഈ ഒരു എനർജി എന്ന് പറയുന്നത് പുതിയ അവസരങ്ങളാണ്. അപ്പോൾ പലതരത്തിലുള്ള അവസരങ്ങൾ ലൈഫിൽ വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നത്, ടു മച്ച് കൺഫ്യൂഷൻ കാരണം ഒത്തിരി അവസരങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടത് പീസ്, ക്വയറ്റ് എനർജിയാണ്. ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ആ ഒരു ഫീലിംഗ് ലഭിക്കുന്ന തരത്തിലുള്ള അവസരം എന്താണോ അത് തിരഞ്ഞെടുക്കുക എന്നതാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് സെലക്ട് ചെയ്യുക. അതായത് സമൂഹത്തിൽ മറ്റുള്ളവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ സ്റ്റാറ്റസ് ഉയർത്തുന്ന ആ ഒരു രീതിയിലല്ലാതെ നിങ്ങൾക്ക് മനസ്സിന് തൃപ്തി, കണ്ടെയ്ൻമെൻറ്റ്, അതായത് സംതൃപ്തിയും മനസ്സിനൊരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ ലഭിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം തിരഞ്ഞെടുക്കുക. അല്ലാതെ കൂടുതൽ പണം ലഭിക്കുന്ന കാര്യം, പലപ്പോഴും ആളുകൾ ഇപ്പോൾ ഒരു ജോലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കൂടുതൽ പണം ലഭിക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ നല്ല പൊസിഷനിലേക്ക് കൂടുതൽ ഒത്തിരി സിറ്റുവേഷൻസ് ലഭിക്കുന്ന ഒരു എനർജി ആവരുത് അത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അവസരങ്ങൾ നോക്കി തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ പാഷൻ എന്താണോ അതിനനുസരിച്ചിട്ട് നോക്കുക. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് 8 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. ഇവിടെ ഈ ഒരു എനർജി 8 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് വളരെയധികം എന്താ പറയുക, നിങ്ങൾ ഏത് തരത്തിലുള്ള ബിസിനസ്സോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു കാര്യം ഫൈനലൈസ് ചെയ്യാൻ പോകുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. പല കാര്യങ്ങളും പര്യവസാനിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഫൈനലൈസ് ചെയ്യുന്ന ഇനി അങ്ങോട്ടേക്ക് ഇങ്ങനെയാണ് എന്നുള്ള തീരുമാനമെടുക്കുന്നുണ്ട്. ചില ആളുകൾ ചര്യകളിൽ ജീവിത രീതികളിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ചില ആളുകൾ പുതിയ കോഴ്സുകൾ പഠിക്കാൻ പോകുന്നുണ്ട്. സക്സസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്ത് തന്നെയായാലും ഏത് തന്നെയായാലും അതിൽ വിജയസാധ്യതകൾ കൂടുതലായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ നല്ല ഒരു ഇൻകം സോഴ്സ്, നല്ലൊരു ഇൻകം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. നല്ല ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു എസ്കേപ്പ്, അതായത് ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് പോസിറ്റിവിറ്റിയിലേക്കുള്ളൊരു രക്ഷപ്പെടൽ എന്നുള്ളൊരു എനർജി വേണമെങ്കിൽ നമുക്കിതിനെ സൂചിപ്പിക്കാവുന്നതാണ്. ടീച്ചേഴ്സ്, ലെക്ചറേഴ്സ്, റിസർച്ച് ചെയ്യുന്ന അക്കാഡമിക്സിലൊക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രൊമോഷനും ശമ്പള വർധനവ്, സർക്കാർ ഉദ്യോഗത്തിലിരിക്കുന്നവർക്കൊക്കെ സാധ്യതകൾ കൂടുതലുള്ളൊരു സമയമാണ് ഈ ഒരു മാസം. അതേപോലെ തന്നെ 9 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ടുതരുന്ന ഒരു സാഹചര്യമാണ് 9 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത്. ലൈഫിൽ നിങ്ങൾ എന്താണ് എന്താ പറയുക, നിങ്ങൾ എൻജോയ് ചെയ്യുന്ന, നിങ്ങൾ സാമ്പത്തികം നല്ല രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഇപ്പോൾ നേടുന്ന സമയമാണ്. വലിയ പൊസിഷനിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. നിങ്ങൾ മെറ്റീരിയൽ വെൽബീയിങ്, എൻജോയ്മെൻ്റ് ആണ്, സ്മൂത്ത് എനർജിയാണ്, ഹാപ്പിനെസ്, സാമ്പത്തിക നേട്ടങ്ങൾ, അബണ്ടൻസ് നിങ്ങളിലേക്ക് എത്തുന്നു. നല്ല രീതിയിൽ കാര്യങ്ങൾ മാനേജ് ചെയ്ത് ബിസിനസ്, ഫിനാൻസ് ഒക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ് ഇവിടെ. അതായത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുന്ന എനർജിയാണ് കാണിക്കുന്നത്. സാമ്പത്തിക കാര്യത്തെക്കുറിച്ചിട്ടുള്ള നഷ്ടബോധങ്ങളോ നെഗറ്റിവിറ്റീസോ ഒന്നുമില്ല. കാരണം സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളെല്ലാം നിങ്ങൾ അതിജീവിച്ചിരിക്കുന്നു. ഈ ഒരു മാസം സമ്പൂർണ്ണമായിട്ട് സാമ്പത്തിക ഭദ്രത നേടുന്ന ഒരു മാസം തന്നെയാണ്. പൈസ സംബന്ധിച്ച് പ്രശ്നങ്ങളൊക്കെ മാറുന്നു എന്നുള്ളത് അതിനൊരു അറുതി വരുത്തുന്നു എന്ന് പറയാം. പിന്നെ 4 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി കണക്ഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് മനസ്സമാധാനം. ഫൈനലി ഒരു മാസം പലതിൻ്റെയും പര്യവസാനം എല്ലാം പലതും തീർത്ത് റിക്കവറി കാണിക്കുന്നുണ്ട് ചില ആളുകളെ സംബന്ധിച്ച്. അപ്പോൾ ഈ ഒരു തരത്തിൽ പറയാൻ ഫിസിക്കൽ റിക്കവറി ആവും, അതായത് ശാരീരികമായിട്ട് എന്തെങ്കിലും അസ്വാസ്ഥ്യങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളവർ അത് മാറിക്കിട്ടുന്നു. അതേപോലെ തന്നെ നിങ്ങൾ ആവശ്യത്തിന് ടൈം എടുത്ത് പ്ലാൻ ചെയ്ത് നെക്സ്റ്റ് മൂവ് എന്താണോ എന്നുള്ളതിന് മനസ്സിലാക്കി കാര്യങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ
ചില കാര്യങ്ങളിൽ പറയുകയാണെങ്കിൽ മെൻ്റലി ഇമോഷണലി വളരെയധികം നിങ്ങൾക്ക് വേണ്ടുന്ന സമയം നിങ്ങൾ എടുക്കുന്നുണ്ട്. കുറച്ച് കാം ക്വൈറ്റ് അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് കെയർ എടുക്കുന്ന ഒരു സമയമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളൊക്കെ മാറി കിട്ടുന്നു, സുഖപ്പെടുന്നു. എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും നിങ്ങൾ അതിജീവിക്കുന്നതായിട്ടും ഈ ഒരു മാസത്തിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.